ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിചിതമായ സേമിയ പായസമാണ്. നമുക്കറിയാം, പായസത്തിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് സേമിയ പായസം. കുറച്ചു പേർ സേമിയ പായസത്തിന്റെ റെസിപ്പി എന്നോട് ചോദിച്ചിരുന്നു. ഈ റെസിപ്പി ഞാൻ വീട്ടിലിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. വളരെ രുചികരമായ ഒരു റെസിപ്പിയാണിത്. ഇനി പായസം ഉണ്ടാക്കുന്ന വിധവും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സേമിയ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ റോസ്റ്റഡ് സേമിയാണ്. ഇപ്പൊ നിങ്ങൾ റോസ്റ്റഡ് അല്ലാത്ത സേമിയ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പാൽ, മിൽക്ക് മെയ്ഡ്, നെയ്യ്, കശുവണ്ടി, ഉണക്കമുന്തിരി, വെള്ളം, ഏലയ്ക്ക, പഞ്ചസാര. ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഒന്ന് ചെറുതായി മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിങ്ങ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. കശുവണ്ടി ബ്രൗൺ കളറും ഉണക്കമുന്തിരി നന്നായിട്ട് വീർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് കോരി മാറ്റി വെക്കണം. ഇനി ബാക്കി നെയ്യിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് വറുക്കാം. റോസ്റ്റ് ചെയ്ത സേമിയ ആയതുകൊണ്ട് നമുക്ക് അധിക സമയം വറുക്കണ്ട. ഒരു മിനിറ്റ് ഒന്ന് വറുത്തിട്ട് മാറ്റി വെക്കണം. ഇനി പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കണം. ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. പാൽ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാൽ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സേമിയ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായി കുറുകി തുടങ്ങുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം മധുരം നോക്കിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സേമിയൊക്കെ പാകത്തിന് വെന്ത് പായസം കുറുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പായസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പായസം ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ കുറുകിപ്പോകരുത്. പായസം കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തണുക്കുമ്പോഴത്തേക്കും പായസം പിന്നെയും ഇരുന്ന് കുറുകും. അപ്പോൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ തിക്കാകാതെ കുറച്ച് അയഞ്ഞ പാകത്തിൽ ഇറക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ പായസം പാകമായി വന്നിട്ടുണ്ട്. ഈ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി വിതറി കൊടുക്കാം. ഇപ്പൊ പായസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് കുറുകി പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് തിളച്ച പാലിൽ ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസം നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കശുവണ്ടിയും മുന്തിരിയും വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. വളരെ രുചികരമായ സേമിയ പായസം റെഡിയായി കഴിഞ്ഞാൽ ഇത് ചൂടോടുകൂടെയോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.